വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. ഘർ എന്ന പ്രഭാതിന്റെ കഥയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു ഫർഹാദ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഫർഹാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? പ്രകൃതി, അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നല്ല രീതിക്ക് പരിഗണിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അടുത്തതായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 4 മാർക്കിന്റേത് പ്രകൃതി കാ സംരക്ഷൺ ഘർ കാ സംരക്ഷൺ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടിപ്പണിയാണ്. നമുക്ക് നോക്കാം. പ്രകൃതി अपनी വിവിധത തഥാ വൈചിത്ര്യ के कारण अनमोल है. പ്രകൃതി തന്റെ വൈവിധ്യം കൊണ്ടും വൈചിത്രം കൊണ്ടും ഒക്കെ വളരെ പ്രീഷ്യസ് ആണ്. സൈക്കഡോം ജീവജന്തുവും തഥാ പേട് പൗധോം സേ ഭരി ഹെ പ്രകൃതി. ഒരുപാട് ജീവജന്തുക്കൾ കൊണ്ടും അതുപോലെ തന്നെ മരങ്ങൾ കൊണ്ടും ചെടികൾ കൊണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് വിശാലമായതാണ് പ്രകൃതി. പ്രകൃതി പർ ആശ്രിത ഹെ. എല്ലാവരും പ്രകൃതിയിൽ ആശ്രിതമായിട്ടുള്ളവരാണ്. ഹമേ ജീവിത രഖ്നെ വാലെ സാരേ തത്വ. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തത്വങ്ങളും ജൽ, വായു, ഭോജൻ പ്രകൃതി ഹി ഹമേ ദേത്തി ഹെ. ഇതെല്ലാം നമുക്ക് തരുന്നത് പ്രകൃതിയാണ്. ഹം സബ്കാ ജീവൻ കിസി ന കിസി രൂപമേ പ്രകൃതി പർ നിർഭർ ഹെ. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവൻ ഓരോ തരത്തിൽ പ്രകൃതിയിൽ നിർഭരമായിട്ടുള്ളതാണ്. ഇസ്ലിയെ പ്രകൃതി സബ്കാ ഘർ ഹെ. അതുകൊണ്ട് തന്നെ പ്രകൃതി എല്ലാവരുടെയും വീടാണ്. പ്രകൃതി രൂപി ഘർ കാ സംരക്ഷൺ ബി ഹം സബ്കാ ഉത്തരദായിത്വ ഹെ. പ്രകൃതിയാകുന്ന വീടിന്റെ സംരക്ഷണം നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോ നമുക്ക് അടുത്തതായിട്ടൊരു ചോദ്യം കൂടെ വരും, എന്ത്? പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈൻ, പ്രകൃതി രൂപി പ്രകൃതി സബ്കാ ഘർ ഹെ. നോക്കൂ, പ്രകൃതി സബ്കാ ഘർ ഹെ, പ്രകൃതി രൂപി ഘർ കാ സംരക്ഷൺ हमारा कर्तव्य है. ഇതൊരു സന്ദേശ പോസ്റ്റർ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് 4 ഉം 4 ഉം 8 മാർക്കാണ് ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ കിട്ടുന്നത്. ഓക്കെ, ബൈ.